സർവേ പി മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ LDF 62 മുതൽ 69, UDF 71 മുതൽ 79 സീറ്റ്. UDF അനുകൂലമാണ്. അപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാവരും. NDA അക്കൗണ്ട് തുറക്കുമെന്നും പി മാർക്ക് സർവേയിൽ വരുന്നു. 1 മുതൽ 4 വരെ സീറ്റുകൾ. ശ്യാമിലി, കൃത്യമായിട്ട് ആർക്കും ഒരു മേൽക്കൈ ഇല്ല, മേൽക്കോയ്മില്ല, ആധിപത്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന 2 സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. പി മാർക്കിന്റെ ഒന്നുകൂടെ പറയാം, LDF 62 മുതൽ 69, UDF 70. പോരാട്ടമാണ് ഇത്തവണ ഈ നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പി മാർക്ക് NDA 1 മുതൽ 4 സീറ്റ് വരെ നേടുമെന്നാണ്. അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു. 4 വരെ സീറ്റ്. നേരത്തെ CNN News 18 0 മുതൽ 4 വരെ സീറ്റ് നേടാം എന്ന് പറയുന്നു. 4 ഒരു ത്രികോണ പോരാട്ടം ഉള്ളത് എന്നുള്ള തരത്തിൽ BJP അല്ലെങ്കിൽ NDA കൂടി ഒരു നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ വരുന്ന ഒരു കണക്കുകൾ പ്രകാരം മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും കൃത്യം എന്ന് പറയുന്നത് ആർക്കും വലിയ മേൽക്കൈ ഇല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പറയുന്നത്. ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേൽക്കൈ കൽപ്പിച്ചു കൊടുക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. അതിൽ പി മാർക്ക് നമ്മൾക്ക് ഒന്നുകൂടെ അതിന്റെ കണക്കുകൾ റിപ്പീറ്റ് ചെയ്താൽ LDF 62 മുതൽ 69 സീറ്റുകൾ വരെ നേടാം. UDF 71 മുതൽ 79 സീറ്റ്, NDA 1 മുതൽ 4 സീറ്റുകൾ വരെ നേടാം എന്നാണ് അത് പറയുന്നത്. എന്തായാലും ഈ ഒരു നെഞ്ചിടിപ്പ് അവസാനിക്കണമെങ്കിൽ മെയ് 4-ാം തീയതി വരെ തന്നെ കാത്തിരിക്കണം എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കും കൃത്യമായിട്ടുള്ള മേൽക്കൈ ഇല്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലം. LDF-ഉം UDF-ഉം ഏകദേശം സമാനമായ രീതിയിൽ തന്നെ വോട്ട് ഷെയർ നേടുന്നുണ്ട്, വോട്ടുകൾ പിടിക്കും. നേരിയ മുന്നേറ്റം മാത്രമാണ് UDF-ന് പ്രവചിക്കുന്നത്. BJP 1 മുതൽ 4 വരെ സീറ്റുകൾ നേടാം. പീപ്പിൾസ് പൾസ് പറയുന്നത് 0 മുതൽ 3 സീറ്റുകൾ വരെ BJP നേടാമെന്നുള്ളതാണ്. സമാനമായി 75 മുതൽ 85 സീറ്റ് വരെ UDF നേടുമെന്നും 55 മുതൽ 65 സീറ്റ് വരെ LDF നേടുമെന്നുമാണ് എക്സിറ്റ് പോൾ വന്നിരിക്കുന്നു. 60 മുതൽ 65 സീറ്റ് വരെ LDF-നും 70 മുതൽ 75 സീറ്റ് വരെ UDF-നും NDA 3 സീറ്റ് മുതൽ 5 സീറ്റ് വരെ നേടാം എന്നാണ് കേരളത്തിലെ എക്സിറ്റ് പോൾ പ്രവചനമായി അവർ പറയുന്നത്. മാട്രിക്സ് എക്സിറ്റ് പോൾ ആണ് കേരളത്തിലെ കണക്കുകൾ പറയുന്നത്. അവിടെയും വ്യക്തമായ മേൽക്കൈയില്ല, പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. 60 മുതൽ 65 സീറ്റ് വരെ LDF, 70 മുതൽ 75 സീറ്റ് വരെ UDF നേടും. 3 മുതൽ 5 സീറ്റ് വരെ BJP നേടും എന്നുള്ളതാണ്. 4 എന്നുള്ളത് കുറച്ചുകൂടി കടന്നു, 5 എത്തി എന്നുള്ളതാണ്. എന്തായാലും BJP സീറ്റുകൾ എന്തായാലും നേടിയേക്കാം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് 3 സീറ്റുകൾ നേടും, 5 വരെ നേടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും വലിയ ആധിപത്യം ഇല്ലാതെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കേരളത്തെ സംബന്ധിച്ച് വരുന്നത് എന്നുള്ളത് ആകാംക്ഷ ഏറ്റുന്നുണ്ട് അല്ലേ ശ്യാമിലി? തീർച്ചയായും അത് തന്നെയാണ്. ആസിഫ തുടരുന്നുണ്ടെങ്കിൽ ആസിഫ, കണക്കുകൾ പ്രേക്ഷകരിലേക്കായി വന്ന ഏജൻസികളുടെ കണക്കുകൾ ഒന്ന് പറയാമോ? തീർച്ചയായും ഇപ്പോൾ 3 ഏജൻസികളുടെ ഫലമാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് പ്രധാനമായും CNN-ൻ്റെയാണ് ഏറ്റവും ആദ്യം വന്നത്. LDF 56 മുതൽ 58 സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നു. UDF 70 മുതൽ 80, NDA 4 വരെ സീറ്റ് NDAക്ക് ലഭിക്കാമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത്. പീപ്പിൾസ് പൾസിൻ്റേത് വരുമ്പോൾ LDF 55 മുതൽ 65, UDF 75 മുതൽ 85, BJP 3 വരെ സീറ്റുകൾ. ടീം PSR-ൻ്റെതാണ് ഏറ്റവും ഒടുവിൽ വന്ന മറ്റൊരു ഫലം. LDF 56 മുതൽ 64, UDF 74 മുതൽ 80, BJP 4 വരെ. അതായത് ഏകദേശം ഈ 3 സർവേ ഫലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് 70 മുതൽ 80 സീറ്റ് വരെ UDF നേടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഏറ്റവും ഒടുവിൽ UDF മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന 3 സർവേ ഫലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ്. അതായത് 70 മുതൽ 80 വരെ സീറ്റ്, അതായത് ഏകദേശ ശതമാനക്കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 3ഉം വലിയ രീതിയിൽ വ്യത്യാസമില്ലാതെ തന്നെയാണ് 3 സർവേകളിലും ഇപ്പോൾ പ്രവചിക്കുന്നത്. അപ്പോൾ UDF-ൻ്റെ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്ന 3 സർവേ ഫലങ്ങളിലും ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 70 മുതൽ 80 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു സർവേ വരുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും മാറിമറിയാൻ സാധ്യതയുള്ള ഒരു എക്സിറ്റ് പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും കേരളത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു 4 സീറ്റ് 5 സീറ്റിന്റെ ഒരു വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പോരാട്ടം തന്നെയാണ് എല്ലാവരും പ്രവചിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോഴും UDF ഭരണം പിടിക്കും എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാ ഏജൻസികളും ഉറപ്പിച്ച് പറയുന്നത്. LDF-ന് മുൻതൂക്കം ഉണ്ട് എന്ന് പറയുന്നില്ല. ബിനിലാണ് UDF-ന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബിനിൽ എന്തായാലും UDF ഭരണം പിടിക്കും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഈ ഒരു സമയത്ത് മുന്നോട്ട് വരുമ്പോൾ പ്രവചിക്കുന്നത്. അപ്പോൾ UDF ക്യാമ്പിന് എത്രമാത്രം ആവേശകരമാകും ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ? ചർച്ചകളൊക്കെ കൂടുതൽ കടുക്കുകയില്ലേ?
സ്വാതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകളെ തള്ളിയെങ്കിലും ഇത്തവണ എക്സിറ്റ് പോളുകൾ തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് UDF നേതാക്കൾ കരുതിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം നോക്കിയാലും ഇഞ്ചോടിഞ്ചി പോരാട്ടമുണ്ടെങ്കിലും ഒടുവിൽ ഭരണത്തിലേക്ക് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ 3 എക്സിറ്റ് പോളുകൾ വന്നപ്പോഴും അതിൽ കൃത്യമായി തന്നെ UDF-ന് മുന്നേറ്റമുണ്ട്, അവർക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം പകരുന്ന എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഭൂരിഭാഗം LDF-ന് ഭരണ തുടർച്ച എന്നാണ് പറഞ്ഞത്. ഒരു ഏജൻസി മാത്രമാണ് UDF അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞത്. ബാക്കി 4 എണ്ണം അത് ഇഞ്ചോടിഞ്ചി പോരാട്ടം എന്നാണ് പറഞ്ഞത്. ഏകദേശമൊക്കെ കറക്റ്റായി കഴിഞ്ഞ തവണ വന്നു. ബംഗാളിൽ പാളിയെങ്കിലും കേരളത്തിൽ കഴിഞ്ഞ തവണ ഏകദേശം ശരിയായ രീതിയിലായിരുന്നു എക്സിറ്റ് പോളുകൾ വന്നത്. അത് വലിയ ആത്മവിശ്വാസം ഇത്തവണ UDF കേന്ദ്രങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് അത് നൽകുന്നുണ്ട്. കൃത്യമായി തന്നെ അധികാരത്തിലേക്ക് ഭരണമാറ്റം ഉണ്ടാകുമെന്ന അടിയുറച്ച വിശ്വാസം തുടക്കം മുതൽ തന്നെ UDF-ന് ഉണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിയും തർക്കവും സോഷ്യൽ മീഡിയ പോരാട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് അധികാരത്തിലേക്ക് വരാൻ കഴിയും, മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്, ആ വീശി അത് UDF-ലേക്ക് എത്തും എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലി. എന്തായാലും UDF-ന് അനുകൂലമായിട്ടുള്ള ഭരണമാറ്റത്തിന്റെ ഒരു കാറ്റ് വീശുന്നുണ്ട്. അതാണ് എക്സിറ്റ് പോളിൽ കാണുന്നതെന്നാണ് UDF നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുന്നേ തന്നെ ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ എക്സിറ്റ് പോളുകൾ വരുമെന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്രതീക്ഷിതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം, പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ UDF-ന് ഉണ്ടായത്. പലയിടത്തും അട്ടിമറി വിജയങ്ങൾ ഉണ്ടായി, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലടക്കം അട്ടിമറി വിജയം നേടാൻ കഴിയുകയും ചെയ്തു. അതാണ് UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചത്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന്റെ പ്രധാനപ്പെട്ട ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അവരൊരു പാട്ടൊക്കെ പുറത്തിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അത് അവിടെ വർക്കൗട്ട് ആവുകയും ജയിക്കാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തുടരുക എന്നുള്ള ഒരു നിലപാടാണ് UDF സ്വീകരിച്ചത്. കൃത്യമായി തന്നെ അവർ അത് പ്രയോഗിക്കുകയും ചെയ്തു. അത് ഗുണകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് 10 വർഷമായി കേരളത്തിൽ LDF-ന്റെ ഭരണമായിരുന്നു. നേരത്തെ ഭരണ തുടർച്ച ഉണ്ടായതിനെ കുറിച്ച് UDF പറയുന്നത് പ്രളയമടക്കം, അന്ന് പ്രളയമുണ്ടായി, കോവിഡ് ഉണ്ടായി, ആ സമയത്തൊക്കെ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തോന്നലുണ്ടാക്കി, പ്രത്യേകിച്ച് കിറ്റുകൾ നൽകി, സാമ്പത്തിക സഹായങ്ങൾ നൽകി, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് LDF-ന് അനുകൂലമായി ആളുകൾ ചിന്തിച്ചു. പക്ഷേ 10 വർഷമായിട്ടും ജനങ്ങൾക്ക് കൃത്യമായി തന്നെ ഭരണത്തിന്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പ്രയോജനം ലഭിച്ചില്ല. അതുകൊണ്ട് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ UDF-ന് അനുകൂലമായി ജനങ്ങൾ വരും എന്ന പ്രതീക്ഷയാണ് UDF-ന് ഉണ്ടായത്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി UDF-ന് ലഭിക്കുമെന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് UDF അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞെങ്കിൽ രാഷ്ട്രീയ വനവാസം താൻ നടത്തുമെന്നാണ് പല കുറി അദ്ദേഹം പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തു. എങ്കിൽ കൂടി ആത്മവിശ്വാസം തുടക്കം മുതൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. പുതുയുഗ യാത്രയിലടക്കം അത് പറയുകയും ചെയ്തതാണ്. അവരുടെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു കാര്യം, ജനങ്ങൾക്ക് കൃത്യമായി 5 ഗ്യാരണ്ടികൾ, ജനകീയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ വയോധികർക്കായി പ്രത്യേക വകുപ്പ്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം, അങ്ങനെ 5 ലക്ഷം രൂപ വരെ കൂടുതൽ തുക ബിസിനസ്സിനായി യുവാക്കൾക്ക് നൽകുക. ഇങ്ങനെ കൃത്യമായി തന്നെ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായി എന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ശരി ബിന്നിൽ, എന്തായാലും കൃത്യമായ ഒരു തരംഗം ആർക്കുമില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്? ആർക്കുമില്ല തന്നെയാണ്. കാരണം നേരിയ മുൻതൂക്കം UDF-ന് എല്ലാ ഏജൻസികളും പ്രവചിക്കുന്നുണ്ട്. വന്ന ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണാൻ കഴിയുമെങ്കിൽ പോലും പക്ഷെ കേരളത്തിലൊട്ടാകെ ഒരു തരംഗമുള്ളതായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. 100 സീറ്റുകൾ വരെയാണ് VD സതീശൻ പറഞ്ഞത്. അത്തരം തരംഗമൊന്നുമില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഫിഗറുകൾ നമ്മൾ വീണ്ടും